രണ്ടാമത്തെ ചൂതുകളിയിൽ തോൽക്കുമ്പോൾ ഉള്ള വ്യവസ്ഥ 12 വർഷം വനവാസം. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം അജ്ഞാതവാസം. ഈ അജ്ഞാതവാസത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വീണ്ടും 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും. അങ്ങനെ എന്ന് വെച്ചാൽ 13 വീണ്ടും ആവർത്തിക്കപ്പെടും. അങ്ങനെ ആ 13 വർഷം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നപ്പോൾ ദുര്യോധനൻ അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായിരുന്നില്ലേ? അതായിരുന്നില്ലേ കരാർ? അങ്ങനെയാണ് കരാറെങ്കിലും ദുര്യോധനൻ്റെ ഭാഗത്ത് വേറൊരു തർക്കം വരുന്നുണ്ട്. ദുര്യോധനൻ അജ്ഞാതവാസത്തിൻ്റെ അവസാന ദിവസം കണക്ക് കൂട്ടുന്നത് ഉത്തരൻ വിരാട രാജ്യത്തെ ഒരു വളർച്ചയില്ലാത്ത ഒരു പയ്യനാണ് ഉത്തരൻ എന്ന് പറയുന്ന രാജകുമാരൻ. ഉത്തരൻ്റെ സഹോദരിയാണ് ഉത്തര. അപ്പോൾ ഉത്തരൻ ബൃഹന്നള എന്ന പേരിൽ ആണും പെണ്ണും അല്ലാതെ അർജുനനെ നിർത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഉർവശി ശാപം ഉപകാരം എന്നുള്ള ശൈലി എപ്പോഴാണ് വരുന്നത്. അപ്പം ബൃഹന്നള എന്ന് പറയുന്ന ആളിൻ്റെ യഥാർത്ഥ തൊഴിൽ അവിടെ നൃത്താഭ്യാസമാണ്. അപ്പോൾ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അർജുനൻ സുകുമാര കലകളുടെ ഒരു അഭ്യാസിയും കൂടെയാണ്, ഒരു വല്ലഭനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ വീണ വായിക്കാനറിയാം, നല്ല രീതിയിൽ നൃത്തം ചെയ്യാനറിയാം. ഇതൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ മേഖലകളിൽ പഠനം നടത്തി എന്നുള്ള രീതിയിൽ ഉത്തരയെ നൃത്തം പഠിപ്പിക്കാനും അങ്ങനെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിൽ സഞ്ചരിക്കാനും കഴിയും. അപ്പോഴാണ് ഇങ്ങനെ വിരാട രാജ്യത്തിലേക്ക് കൗരവ സൈന്യം വരുന്നതായിട്ടൊരു വാർത്ത കേൾക്കുന്നത്. അപ്പോൾ പാണ്ഡവരൊത്തുകൂടി പറയും, ഞങ്ങളുടെ ഒരു ധർമ്മമല്ലേ രക്ഷിക്കേണ്ടത്. വിരാട രാജാവിന് നമുക്കൊരാപത്ത് വന്നപ്പോൾ നമ്മളെ രക്ഷിച്ചത് വിരാട രാജ്യമാണ്. വിരാട രാജ്യത്ത് വെച്ച് അവർക്ക് വേറെ ദോഷം വരാൻ പാടില്ല. അതുകൊണ്ട് അപ്പോൾ ഈ സൈന്യത്തെ അയക്കുന്നത് തന്നെ ഈ വിരാട രാജ്യത്ത് പാണ്ഡവരുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അറിയാനാണ്. അപ്പം അത് ആ സമയത്തൊരു സിനിമയിലെ ഒരു ഹാസ്യ കഥാപാത്രങ്ങൾ വരുന്ന രംഗങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കാറുണ്ടല്ലോ. അതുപോലെ ഒരു ഹാസ്യ കഥാപാത്രം രംഗപ്രവേശം ചെയ്യും. അതാണ് ഉത്തരൻ അടുക്കളയിൽ നിന്നുകൊണ്ട് പറയും, എനിക്കൊരു നല്ല ധേരാളിയെ കിട്ടിയാൽ ഞാൻ ഈ പറയുന്ന സൈന്യത്തെ മുഴുവനും വധിക്കും. എവിടുത്തെ? ഹസ്തിനപുരത്ത്. അത് കഴിഞ്ഞ് സൈരന്ധ്രി, അതായത് ദ്രൗപദി പേര് മാറി, ദ്രൗപദി പറഞ്ഞു അതിനെന്താ, ബൃഹന്നുള്ള നല്ലൊരു തേരാളിയും കൂടെയാണ്, ബൃഹന്നുള്ള രഥം ഓടിക്കും. അങ്ങനെയാണോ? എന്നാൽ പിന്നെ നമുക്ക് 2 പേർക്കും കൂടെ പോയിട്ട് ഇപ്പോൾ അവരെ തന്നെ തീർക്കാമെന്ന് പറയുന്നത്. ഉത്തരൻ കയറുന്നു. ഇത് ചെന്ന് കഴിയുമ്പോഴേക്കും കടൽ പോലുള്ളൊരു വലിയ സേനയെ കാണുന്നു. കണ്ട ഉടൻ തന്നെ ഉത്തരൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അമ്മയെ കാണണം. വളരെ ലളിതമായ ഡിമാൻഡുകൾ. അയ്യോ ബൃഹന്നളെ, എന്നെ കൊണ്ട് താങ്ങാൻ നോക്കില്ല. അപ്പോൾ ഈ സമയം ഉച്ചതിരിഞ്ഞ് സമയം താമസിച്ചുകൊണ്ടിരിക്കുക. അതറിഞ്ഞ് അർജുനൻ എന്നാലും ഈ രഥത്തിൽ കയറി ഒരു അസ്ത്രമെങ്കിലും അയക്കൂ. അങ്ങനെ ഒരു അസ്ത്രം അയക്കും. ആ അസ്ത്രമാണെങ്കിലോ ഒരല്പ ദൂരം പോയിട്ട് താഴെ തലകുത്തി വീണു. ഇത് കണ്ടിട്ട് ദുര്യോധനൻ ഉൾപ്പെടെയുള്ളവർ ചിരിച്ചു. ഇത് അവിടെ നിന്ന് ആരായി വന്നിരിക്കുന്നത്? ഇത് ഏതോ ഒരു ബുദ്ധി ഉറയ്ക്കാത്ത ഒരു ചെറുക്കനാണല്ലോ ഇവിടം വരെ വന്നത്. ഇപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല, കൗരവരൊന്നുമില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ശമീക വൃക്ഷത്തിലാണ് ഇവർ ആയുധങ്ങളൊക്കെ വെച്ചിരുന്നത് ഈ അജ്ഞാതവാസകാലത്ത്. അവിടെ നിന്ന് അർജുനൻ ഗാണ്ഡീവം എടുത്ത് അതിൻ്റെ ചരട് വലിച്ച് അതിൻ്റെ ധ്വനി പുറപ്പെടുവിക്കുന്നത് കാണുമ്പോൾ ആ ശബ്ദം കേട്ട് കൗരവർക്ക് മനസ്സിലായി അർജുനൻ്റെ ഇടപെടൽ വരുന്നു. അതിനിടയിൽ അർജുനൻ സമ്മോഹനാസ്ത്രം അയക്കുന്നു. സമ്മോഹനാസ്ത്രം അയക്കുമ്പോൾ ഭീഷ്മരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും മയങ്ങുന്നു. അപ്പോൾ അവർ ഒരു ഭീഷ്മർ പിതാമഹനാണ്, മറ്റേത് ഗുരുവാണ്, അപ്പുറത്ത് നിൽക്കുന്ന കർണനാണ്. അവരൊക്കെയാണ്. അപ്പോൾ അവരുടെയൊക്കെ തുണിയെടുത്ത് നമുക്ക് കൊണ്ടുവന്ന് തെളിവായിട്ട്
ഇവരെ പരാജയപ്പെടുത്തിയെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വൈകുന്നേരം ആ സമയമാകുമ്പോൾ സൂര്യൻ അസ്തമിച്ചപ്പോൾ പാണ്ഡവർ പറഞ്ഞു, ഞങ്ങളുടെ 13 വർഷം എന്നുവെച്ചാൽ ഒരു വർഷത്തെ അജ്ഞാതവാസം ഉൾപ്പെടെയുള്ളതെല്ലാം അവസാനിച്ചു, നാളെ തൊട്ട് നമുക്ക് രാജ്യം തിരിച്ചു കിട്ടണം. അർജുനൻ അത് പറയുമ്പോൾ ദുര്യോധനൻ്റെ നിലപാട് വേറൊന്നാണ്. ദുര്യോധനൻ പറയുന്നത് പിറ്റേന്ന് പ്രഭാതത്തിലാണ് ഇത് കണ്ടെത്തേണ്ടത്. അപ്പോഴേ പൂർണ്ണമാകും. അപ്പോൾ ഒരു രാത്രിയാണ് ഇതിൻ്റെ തലവേദനയായിട്ട് കിടക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പോട്ടെ എന്നായി പിന്നെ ശൗനി. അപ്പോൾ അത് എന്തായാലും നടപ്പുള്ള കാര്യമല്ല എന്നായപ്പോഴത്തേക്കും ഇതിനു മുമ്പ് ഒരു മധ്യസ്ഥത വേണം. അപ്പോഴാണ് പാഞ്ചാലി വന്നിട്ട് പറയും, എൻ്റെ മുടി ഇതുവരെ ഞാൻ കെട്ടിയിട്ടില്ല, അതുകൊണ്ട് പാഞ്ചാലി അടുത്ത് കൃഷ്ണനോട് പറയും, അവിടെ പോകുമ്പോൾ ഒത്തുതീർപ്പൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ കാര്യം മറക്കരുതെന്ന് പറയും. ഇല്ല, മറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാഞ്ചാലിയുടെ മുടി അതുപോലെ തന്നെ കെട്ടഴിയാതെ കിടക്കുകയാണ്. എന്ന് ദുശാസനൻ്റെ ചോര കൊണ്ട് മുടിയിൽ തഴുകുമോ അന്ന് മാത്രമേ അത് കെട്ടു. അപ്പോൾ ഇത്തരം രസകരമായതും പരസ്പരം ഉള്ള പ്രതിജ്ഞയും ഒക്കെ കിടക്കുകയാണ്. അത് നിൽക്കുമ്പോഴാണ് ഇവരുടെ അടുത്ത രംഗം വരുന്നത്. ഇനി സാക്ഷാൽ കൃഷ്ണൻ തന്നെ ഒത്തീർപ്പ് സംഭാഷണത്തിന് വരുന്നു. അവർക്ക് 5 രാജ്യം, ദേശം, 5 ഗ്രാമം, 5 വീട്, 1 വീട്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഒരു സൂചി കുത്തുന്ന സ്ഥലം പോലും കൊടുക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വീണ്ടും എല്ലാം പിടിച്ചടക്കും. അതിന് ഈ മറ്റേ കരാറനുസരിച്ചുള്ള കൊടുപ്പ് വേണ്ട. അല്ലാതെ തന്നെ ഈ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒത്തുതീർപ്പെന്ന് പറയുന്നത് മറ്റേത് ഇഗ്നോർ ചെയ്യുന്നതിന് തുല്യമാണ്. കരാറിനെ ദുര്യോധനെ സംബന്ധിച്ചിടത്തോളം നല്ല മഹാഭാരതം നമ്മൾ വായിക്കുമ്പോൾ, കാരണം മീഡിയേറ്ററുടെ റോൾ എന്താണ്? മീഡിയേറ്റർ ഒരു സൈഡിന് വേണ്ടി നിൽക്കുകയല്ലോ, 2 കൂട്ടരും എടുക്കില്ല. മീഡിയേറ്ററുടെ തീരുമാനം എങ്ങനെ? മീഡിയേറ്റർ പറഞ്ഞു 1 വീടെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. ഈ വർഷം 13 വർഷം തികഞ്ഞില്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അവിടെ തീരുമാനിക്കുന്നില്ല. ലെഫ്റ്റ് ഓപ്പൺ. അത് ലെഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് മീഡിയേറ്റർ ഇതും കൊണ്ടുവരുന്നത്. അപ്പോൾ മീഡിയേറ്റർ വരുന്ന സമയത്ത് മറ്റു തരത്തിലുള്ള സാങ്കേതികത്വങ്ങൾക്ക് പ്രസക്തിയില്ല. അപ്പോൾ അതിന് മീഡിയേഷനിലായി. അപ്പം മീഡിയേഷൻ ലാ ഫെയിൽഡായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി യുദ്ധം അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ 2 കൂട്ടരും സൈന്യങ്ങളെ അവർ സമാഹരിക്കുന്ന ശ്രമമാണ്. ഇവർക്ക് പാണ്ഡവർക്ക് 7 അക്ഷമണി, മറ്റിടത്ത് 11 അക്ഷമണി അടങ്ങി 18 അക്ഷമണി വരുന്നത് അങ്ങനെയാണ്. അപ്പം ഈ സൂചി കുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ വീണ്ടും ദുര്യോധനൻ്റെ ഈ മനസ്സ് സഞ്ചരിക്കുന്നത് അർജുനൻ്റെ ഇന്ദ്രപ്രസ്ഥം കിട്ടിയപ്പോൾ അവർ നടത്തിയ രാജസൂയത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. രാജസൂയത്തിലൂടെ അന്ന് അവർ ബാക്കി രാജ്യങ്ങൾ മുഴുവൻ പിടിച്ചടക്കി. അപ്പോൾ അവരുടെ സുസറൈറ്റി അവിടെ വന്നു. അത് ഇനിയും ഇവിടെ ആവർത്തിക്കപ്പെടാം. ഈ സൂചി കിട്ടാനുള്ള സ്ഥലം കൊടുത്താൽ അവിടെ നിന്നുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ അവർക്ക് 1 ഇഞ്ച് ഭൂമി പോലും ഇല്ല. നിന്നുകൊണ്ട് വേണം രാജസൂയം തുടങ്ങേണ്ടത്. അപ്പോൾ അതിനുള്ളത് വരുമ്പോഴത്തേക്കും പിന്നെ 2 കൂട്ടർക്കും അപ്പോൾ അവരെ നമ്മളുടെ എന്നേക്കുമായി നിഷ്കാസിതരാക്കണം എന്നതാണ് ദുര്യോധനൻ്റെ. അപ്പം ഇതിനൊക്കെ തുടക്കമിടുന്നത് യുധിഷ്ഠിരൻ്റെ വിഡിത്തമായ പണയപ്പെടുത്തലാണ്. അല്ല സാർ, അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം ദുര്യോധനൻ വെറും ഒരു ദുഷ്ടനാണ്, സഹോദരങ്ങൾക്ക് പോലും ഒരു സൂചി കുത്താൻ സ്ഥലം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞത് ഒരു ധാർഷ്ട്യം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ വലിയൊരു അപകടത്തെ മുന്നിൽ കാണുന്നുണ്ട് അത് ചെയ്യാതിരുന്നത്. അല്ല, അത് നിയമത്തിൽ ഇപ്പോൾ ഒരു ധാർമ്മിക ബോധവും ധാർമ്മിക തലവും നിയമതലവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ധാർമ്മികമായിട്ട് അത് ശരിയാകുന്നില്ല എന്ന് തോന്നുന്നത് വൈകാരിക ഭാവത്തിൽ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഓട്ടംതുള്ളൽ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞ് അന്ന് ആർക്കും കൊടുക്കാനില്ലെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വൈകാരിക തലത്തിൽ ആളുകൾ ഉൾക്കൊള്ളുന്നു കാണുമ്പോഴാണ്
അതൊരു നീച കഥാപാത്രത്തിൻ്റെതാണെന്ന് തോന്നിപ്പോകുന്നത്. അത് നമുക്ക് തോന്നണമെന്നില്ല. നമ്മൾ വക്കീലന്മാരായതുകൊണ്ട് നമുക്ക് തോന്നുന്നു. വക്കീലന്മാരെന്ന് മാത്രമല്ല, നിയമത്തിലേക്ക് കാണുമ്പോൾ അതിനെ കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് മൈൻഡ് വേണം. അതെ. മറ്റൊരു ഇമോഷണൽ എപ്പിക് എൻജോയ്മെൻറ്റ് മാത്രമാണ്. അതെ. ഇനി അതിനെ ഫോർട്ടിഫൈ ചെയ്യുന്ന രംഗം എവിടെയെന്ന് ചോദിച്ചാൽ, ദുര്യോധനൻ വെള്ളത്തിൽ ഹൃദയത്തിൽ മുങ്ങിക്കിടക്കുന്നു. ബാക്കി എല്ലാവരും മരിച്ചു. യുദ്ധത്തിൻ്റെ അവസാനം കഴിഞ്ഞു ആയി എന്ന് വെച്ചാൽ ശല്യരുടെ കൂടെ തീർന്നതോടുകൂടി പിന്നെ ബാക്കി വരുന്നത് പാണ്ഡവർ 7 പേരും കൃഷ്ണൻ ഉൾപ്പെടെ, കൗരവരുടെ ഭാഗത്ത് ദുര്യോധനൻ ഉൾപ്പെടെ 4 പേരുമാണ്. ശരി, അവസാനം. അപ്പം ദുര്യോധനെ വിളിച്ച് പറയും യുധിഷ്ഠിരൻ, അപ്പോൾ സുയോധന, നീ നമ്മളിൽ ആരെങ്കിലും ഒരാളെ തോൽപ്പിച്ച നിനക്ക് ഉള്ളതെല്ലാം വീണ്ടും തിരിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ 12 വർഷത്തെ വനവാസത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ വീണ്ടും പൊയ്ക്കൊള്ളാമെന്നാണ് എൻ്റെ അർത്ഥം. അത് കൃഷ്ണൻ മനസ്സിലാക്കിയിട്ട് പറയും. മനസ്സിലായില്ല. അപ്പം ഞങ്ങളിൽ ഒരാളെ തോൽപ്പിച്ചാൽ നിനക്ക് മൊത്തം തരാമെന്ന് പറയും. ഇപ്പോൾ നീ ഏതെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നോ അതെല്ലാം പൂർണ്ണമായിട്ട് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വീണ്ടും വനവാസമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വനവാസം അല്ല, അവർ കാട്ടിപ്പോയിക്കൊള്ളും. അതെങ്ങനെ സാർ കാട്ടിപ്പോകുന്നത്? അവർക്ക് പിന്നെ ഒന്നും ഇല്ലല്ലോ. അതല്ല സാർ, ഞങ്ങളിൽ ഒരുവനെ കൊന്നാൽ അല്ല, ഒരുവനെ പരാജയപ്പെടുത്തിയാൽ എല്ലാം തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ യുദ്ധത്തിൽ അവരെ ദുര്യോധനെ തോൽപ്പിച്ച് അവരെല്ലാം പിടിച്ചെടുത്തല്ലോ. എടുത്തു. ദുര്യോധനൻ ഇപ്പൊ സഹദേവനെ തോൽപ്പിച്ചാൽ എല്ലാം തിരിച്ചു കൊടുക്കാം. ഇതാണ് ദുര്യോധനനോട് യുധിഷ്ഠിരൻ പറയുന്നത്. ഇത് കേട്ട് കോപാകുലനാകുകയാണ് കൃഷ്ണൻ. അത് ശരി, കൃഷ്ണൻ കോപാകുലനാകുന്നു. കൃഷ്ണൻ പറയുന്നു, ഈ പാണ്ഡുവിൻ്റെ മക്കള് കാട്ടിക്കിടക്കേണ്ടവന്മാരാണ്, ഇവർ തെണ്ടി ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. വിധാതാവ് അങ്ങനെ ആയിരിക്കണം ഇവരുടെ തലയിൽ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ചൂതുകളിയിൽ പോയി തോക്കുന്നവൻ തോറ്റിട്ട് വീണ്ടും ചൂത് കളിച്ച് തോറ്റ് അങ്ങനെ 2 തവണ തോറ്റ് നശിച്ച ആള് അത് തന്നെ അതുപോലൊരു മണ്ടത്തരം ഇവിടെ ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പിന്നെ വേറെ എന്താണുള്ളത്? ഇയാൾ അവിടെ നമുക്ക് എടുക്കേണ്ട അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭരണത്തിന് യോഗ്യനല്ല യുധിഷ്ഠിരൻ എന്ന് വരും. ഒരിക്കലും ഒരു ഭരണാധികാരി നീ വാക്ക് വരാൻ പാടില്ല. അപ്പം തനിക്ക് നേടിയതൊക്കെ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ തോൽപ്പിച്ചത് ഭീമനും അർജുനും കൂടെയാണ്. ഇദ്ദേഹം അവിടെ ചുമ്മാ ഇടയ്ക്ക് ചിലപ്പോൾ പിന്നെ മറ്റേ വേലയൊക്കെ എടുത്ത് ചില വേലകൾ കാണിക്കുന്ന കഴിച്ചാൽ അപ്പോൾ കൃഷ്ണന് മനസ്സിലായി ഇയാളിങ്ങനെ ചിലപ്പം ഇയാൾ ഒരു ഓസിലേറ്റിംഗ് മൈൻഡാണ്. അല്ല, ഇയാളൊരു പക്ഷേ ദുര്യോധനൻ ഇവരെ ആരെങ്കിലും തോൽപ്പിച്ചാൽ ഇവരെല്ലാം രാജ്യം തിരിച്ചു കിട്ടും. ഇവർക്ക് വീണ്ടും അവർ ചൂതിനെ ക്ഷണിക്കും. അല്ല, ചൂതിനെ ക്ഷണിക്കല്ലോ, അവർ പിന്നെ കാട്ടി പോയിക്കൊള്ളുമല്ലോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ഇല്ലല്ലോ. പിന്നെ ചൂതിനെ ക്ഷണിക്കാതെ അവർക്ക് പോകാം, ക്ഷണിക്കാതെ തന്നെ പോകാം. അപ്പം അത് ഇങ്ങനെ കൃഷ്ണൻ അതിനകത്ത് കാണുന്നത് ചൂത് കളിക്ക് പോയത് പോലും ഇതിലൂടെ കാണിച്ചത് ഒരു വൻ അബദ്ധമാണ്. അത് ആവർത്തിച്ചത് അതിനേക്കാളും അബദ്ധം. അങ്ങനെ കാട്ടിൽ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പോൾ എല്ലാം വിജയിച്ചു കഴിഞ്ഞു, ദുര്യോധനും മാത്രം അവശേഷിക്കുമ്പോൾ ദുര്യോധനോട് തന്നെ ചെന്ന് പറയുകയാണ്, നീ ഇതിൽ ആരെങ്കിലും ഒരാളിനെ തോൽപ്പിച്ചാൽ മതി. ആ തോൽപ്പിച്ചാൽ മതി എന്ന് പറയുന്നതിനകത്തുള്ള ദോഷം എന്താണെന്നറിയാമോ? അതിലുള്ള 4 പേരും ദുര്യോധനെ പരാജയപ്പെടുത്താൻ ഒട്ടും കെൽപ്പുള്ളവരല്ല. യുധിഷ്ഠിരന് ദുര്യോധനൻ്റെ ഗതാതാടനം താങ്ങാനുള്ള ശേഷിയില്ല, അർജുനനില്ല, നകുലനും സഹദേവൻ്റെ കാര്യം പറയാനുമില്ല. പിന്നെ ഉള്ളത് പിടിച്ചു നിൽക്കാവുന്ന ഭീമനാണ്. ഭീമൻ ബലിയാണ്, ബലമുള്ളവനാണ്. പക്ഷേ 12 വർഷം കാരിരുമ്പ് പുരുഷൻ എന്ന് അവിടെ വിശേഷിപ്പിക്കപ്പെടുന്ന ആരെയെന്നറിയാമോ? ആ വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബലഭദ്രനുള്ളതാണ്. ബലരാമൻ്റെ ശിഷ്യനാണ് ദുര്യോധനൻ. അല്ലാതെ ദുര്യോധനെ ഗദായുദ്ധത്തിൽ ദ്രോണരുടെ ശിഷ്യനല്ല. അല്ല, ഭീമനാണെങ്കിൽ ദ്രോണരൊഴിച്ച് വേറെ ആരുടെയും പഠിച്ചിട്ടില്ല. ഈ ആരോഗ്യവുമുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം ബലിയായവനും പടുവായവനും എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് പഠിച്ച് യോഗ്യത നേടിയവനും
കരുത്ത് മാത്രം കൈവശമുള്ളവനും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ സാങ്കേതിക നിയമങ്ങളുടെ വെളിച്ചത്തിൽ പടു അല്ലെങ്കിൽ അതിൽ ടെക്നിക്കലി ആയിട്ടുള്ളവൻ വിജയിക്കും. ഈ അരയ്ക്ക് താഴെ എന്തായാലും അടിക്കാൻ ഒക്കുകയില്ല ഗദായുദ്ധത്തിൻ്റെ നിയമത്തിൽ. അരയ്ക്ക് താഴെ അടിച്ചിട്ടാണ് ദുര്യോധനൻ തോൽക്കുന്നതായിട്ട് പറയുന്നത്. അതിന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ പണ്ടോ എങ്ങോട്ടോ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ തുട ഞാൻ അടിച്ചു പൊട്ടിക്കുമെന്ന്. ഈ തുട അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരുപാട് സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അടിച്ചിട്ട് പൊട്ടിക്കുന്നില്ല. അതിന് ഗത തന്നെ വേണമെന്നുമില്ല. അപ്പോൾ ഗദായുദ്ധത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ രണ്ട് അഭിപ്രായം പറയേണ്ടി വരും. ഒന്ന്, ഗദായുദ്ധത്തിൻ്റെ നിയമലംഘനം മറ്റൊരു തന്ത്രത്തിലൂടെ സാധൂകരിക്കാനാണ് കൃഷ്ണൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഇതിൽ വേണ്ട, അല്ലാതെ തന്നെ ചെയ്യാമല്ലോ. അത് ചെയ്തിട്ടുമില്ല. പിന്നെ പാഞ്ചാലിയുടെ നിർബന്ധം. പാഞ്ചാലിയുടെ ഭർത്തൃ സഹോദരനാണ് ദുശാസനൻ. ദുശാസനൻ്റെ ചോര എടുത്ത് പാഞ്ചാലിക്ക് മുടിയിൽ കെട്ടണം, എന്നാലേ മുടി കെട്ടുള്ളൂ. അപ്പം ആ രക്തം കൊണ്ട് മുടി കെട്ടണം എന്ന് കരുതുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ അവരുടെ ആകുലത എന്താണെന്നുണ്ടെങ്കിലും ഈ രക്തത്തിൻ്റെ കാര്യം ജയദ്രഥൻ്റെ കാര്യത്തിൽ പറയുന്നില്ല. ജയദ്രഥനെ പിടിച്ചപ്പോൾ, ജയദ്രഥനെ ഒന്ന് കൊല്ലാതെ വിട്ടപ്പോൾ പാഞ്ചാലിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനായിട്ടൊന്നുമില്ല. പാഞ്ചാലിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു അഭിപ്രായം പറയാനും നോക്കൂല. കാരണം അന്നേരം സഹോദരിയുടെ അടുത്താണ് എല്ലാവരും. അക്കാര്യത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ എല്ലാവരും ചേരുകയും ചെയ്തു. അപ്പം യുധിഷ്ഠിരൻ്റെ സ്റ്റാൻഡിനെ ശരിക്കും നിരൂപണം ചെയ്ത് യുധിഷ്ഠിരൻ്റെ ഭരണ ശൈലി ശരിയല്ലെന്ന് പറയുന്ന കർണനാണ്.